നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മാമ്പഴ പുളിശ്ശേരിയുടേതാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു 4-5 പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ എടുത്തിരിക്കുകയാണ്. ഇതിലേക്ക് ഒരു 2-3 പച്ചമുളക്, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് മുതൽ 8 മിനിറ്റ് വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ടുന്ന അരപ്പരച്ചെടുക്കാം. മാമ്പഴ പുളിശ്ശേരിക്കുള്ള തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് എടുക്കാം. ഇതിനോടൊപ്പം തന്നെ ഒരു 2 ചുമന്നുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പം തിളച്ച് വരുന്ന മാമ്പഴത്തിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ഒരു പുളിയില്ലാത്ത 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. അപ്പോൾ ഇതും കൂടെ ഒഴിച്ചു കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം ഇനി ഇത് ചൂടാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിനി ഇതിന് കടുക് ഇടാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരു 2 ചെറിയുള്ളി അരിഞ്ഞതും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.